ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒരുപാട് ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയാൻ വന്നിട്ടുള്ളത് എല്ലാവരും തംബ്നെയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ബ്ലമ്മിൻ്റെ മേജർ അപ്ഡേറ്റ് ആണെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. എനിക്ക് നിങ്ങളെ എൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് കടത്തിയിട്ട് വരാൻ പറ്റുന്ന ഒരു തംബ്നെയിൽ മാത്രമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് പറയാൻ പോകുന്നത് സീൽ ടെസ്റ്റ് നെറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആൾറെഡി തന്നെ കുറേ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഇന്നലെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബ്ലമ്മിൻ്റെ അപ്ഡേറ്റ് ഇൻക്ലൂഡ് ചെയ്യാതൊന്നും ഇരിക്കില്ല. നിങ്ങൾക്ക് എന്തായാലും എന്തെങ്കിലും ഒരു ചെറിയ ഇൻഫർമേഷൻ ഞാൻ തരും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് കാണണം എന്നുള്ള രീതിയിലാണ് ഞാൻ എന്ത് ചെയ്തത്. ഇങ്ങനെ ഒരു ബ്ലം ആൾറെഡി തന്നെ ഒരുപാട് ടെലിഗ്രാം പ്രൊജക്റ്റിൽ നിന്ന് ഒരുപാട് നെഗറ്റീവാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. വലിയ പ്രോഫിറ്റ് ഒന്നും കിട്ടുന്നില്ല, ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഉപകാരമില്ല എന്നൊക്കെ പറയുന്നവർക്ക് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടാൻ ഇങ്ങനെ മാത്രമാണ് എനിക്ക് നിങ്ങളിലേക്ക് എത്താൻ ഒരു വഴിയുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ബ്ലമ്മിൻ്റെ മേജർ അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തത് വീഡിയോ ഇട്ട്. അപ്പോൾ എന്തായാലും ബ്ലമ്മിൻ്റെ ചെറിയ അപ്ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു സീൽ ടെസ്റ്റ് നെറ്റ് എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളൊരു കാര്യം എല്ലാ സ്റ്റെപ്പും ഞാൻ നിങ്ങൾക്ക് എന്ത് തരാം, കാണിച്ചു തരാം. അപ്പോൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ബ്ലമ്മിൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഒരു സ്നാപ്ഷോട്ട് മുമ്പ് തന്നെ അവർ ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മളിലേക്ക് പറഞ്ഞത്. സ്വാഭാവികമാണ്, അവരുടെ ചാനലിലും ഇല്ലെങ്കിൽ അവരുടെ ഒരു ആപ്പും ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെയാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ ഒരു സ്നാപ്ഷോട്ടിൻ്റെ കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അവർ പറഞ്ഞിട്ടുള്ളത് എന്താണ്, സിബിലും അതേപോലെ തന്നെ ഈ ഒരു കുറേ ആൾക്കാർക്ക് ഒരു ജെന്യൂൻ ആയിട്ടുള്ള യൂസേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇട്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇടുമ്പോൾ ഇതിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണല്ലോ കിട്ടുന്നത്. ഒരുപാട് നെഗറ്റീവ് കിടക്കുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു $10 എങ്കിലും ടോൺ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിലൊരു ട്രേഡ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ 750 മീം പോയിന്റ്സ് ഉണ്ടാക്കുക എന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് തരാം, ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ ബ്ലമ്മിൻ്റെ ആപ്പിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ട്രേഡിംഗ് ബോട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. നമുക്കിവിടെ ഏറ്റവും മിനിമം ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ പറയുന്ന പോയിന്റ്സ് എത്രയാണെന്ന് പറഞ്ഞാൽ 750 പോയിന്റ്സ് മതി, നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ എലിജിബിൾ ആവും എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 750 പോയിന്റ്സ് ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണോ? തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ടൊന്നുമല്ല. ഈ ഒരു $10 നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡോളർ അത് സ്വാപ്പ് ചെയ്യാനും അതേപോലെ തന്നെ ബൈ ചെയ്യാനും അതേപോലെ തന്നെ തിരിച്ച് സെല്ല് ചെയ്യുമ്പോൾ നമ്മുടെ പിടിക്കുന്നെങ്കിൽ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പം ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനിപ്പോൾ ഒരുപാടൊന്നും ബ്ലമ്മിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. എന്താണെന്ന് പറഞ്ഞാൽ പൗസും ഇതേ ഒരു കണക്ക് തന്നെയായിരുന്നല്ലോ. അപ്പോൾ ഇവർ മെയിൻലി ഒരു ട്രേഡിംഗ് ബോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ യൂസേഴ്സിന് എന്തെങ്കിലുമൊക്കെ കൊടുത്താലായി എന്നായി ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഈ ഒരു മീം പോയിന്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവർ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ട്രേഡ് ടു ഏൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഒരു ട്രേഡ് ടു ഏൺ എന്ന് കൊടുത്താൽ നമുക്കിവിടെ ട്രേഡ് വിത്ത് ട്രേഡിംഗ് ബോട്ടിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ 750 മീം പോയിന്റ്സ് അവിടെ ഈസി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഗോട്ടിറ്റിന് കൊടുത്തിട്ട് നേരെ ഈ ട്രേഡിംഗ് ബോട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ട്രേഡിംഗ് ബോട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ബ്ലമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ടോൺ വാലറ്റിൽ ഒരു $10 വർത്ത് എങ്കിലും ഉള്ള ടോൺ നിങ്ങൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബൈ ആൻഡ് സെൽ ഓപ്ഷൻ കിടക്കുന്നുണ്ട്. ഈ ഒരു ബൈ ആൻഡ് സെൽ ഓപ്ഷനിൽ നമുക്ക് എന്ത് വാങ്ങാം, ഏതൊരു ടോക്കണും ഇവിടെ കിടക്കുന്ന ഈ ഒരു സൊലാനയിലായിക്കോട്ടെ അല്ലെങ്കിൽ ടോൺ ബ്ലോക്ക് ചെയിനിൽ കിടക്കുന്ന ടോക്കൺസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ബൈ ആൻഡ് സെല്ല് കൊടുക്കുന്നുണ്ട്, ടോക്കൺ ലിസ്റ്റ് എടുക്കുന്നുണ്ട്. മോസ്റ്റ്ലി നമ്മൾ ഇവിടെ നിന്ന് വാങ്ങാന്നുണ്ടെങ്കിൽ ഒരു ടോൺ ബ്ലോക്ക് ചെയിൻ അതിൻ്റെ രീതിയിൽ തന്നെ ഒരു ടോക്കൺ വാങ്ങുക. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വാലറ്റിൽ നമ്മൾ ടോൺ അല്ലേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ നേരെ ടോൺ കൊടുക്കുന്നുണ്ട്. ടോക്കൺ ലിസ്റ്റ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ടോക്കൺ ലിസ്റ്റിൽ നിങ്ങൾ മോസ്റ്റ്ലി വാങ്ങേണ്ടത് ഈ ഒരു നോട്ട് കോയിൻ തന്നെ വാങ്ങി പെട്ടെന്ന് മാറ്റിയാൽ മതി. എന്താണെന്ന് പറഞ്ഞാൽ അതിനൊക്കെയാണ് കുറച്ചായിട്ട് എങ്കിലും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൈസ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും അത് സെല്ല് ചെയ്യുക. അത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി, വേറെ ഒരു കാര്യങ്ങളും ചെയ്യേണ്ട. ഇവിടെ നോട്ട് കോയിനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. സെറ്റ് എമൗണ്ട് എത്ര എമൗണ്ട് ആണോ അതേപോലെ തന്നെ സ്ലിപ്പേജും ബൈയും ഇവിടെ നിന്ന് ബൈ ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇവിടെ നിന്ന് തന്നെ സെല്ല് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 3000 മീം പോയിന്റ്സ് ഇവിടെ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ അത്ര മാത്രമാണ് നിങ്ങൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ചെയ്യാനുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താണ് ആൾറെഡി ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ 1,00,000 പോയിന്റ്സ് വേണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും 1,00,000 പോയിന്റ്സ് വരെ എടുക്കാം. അപ്പോൾ ഇനി നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ഈ ഒരു സീൽ ടെസ്റ്റ് നെറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സീൽ ടെസ്റ്റ് നെറ്റിനെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞാൽ ഈ മിൻസ്റ്റൺ ലാബ് ആരാണെന്നുള്ളൊരു കാര്യം അറിയണം. അപ്പോൾ ഈ മിൻസ്റ്റൺ ലാബ് ആരാണ്, അവരാണ് ഈ ഒരു സൂയു ആയിക്കോട്ടെ വാൾനട്സിനെ പറ്റി അറിയാത്ത ആരും ഉണ്ടാവില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോഫിറ്റാണ് ഇന്ന് ആൾക്കാർക്ക് കിട്ടിയത്. ഈ ഒരു വാൾനസ് എന്ന് പറഞ്ഞിട്ടുള്ള എയർ ഡ്രോപ്പും ഇല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഇല്ലെങ്കിൽ ഈ
പ്രൊജക്റ്റ് നമുക്കൊരു എയർ ഡ്രോപ്പ് ഉണ്ടെന്ന് അവർ എന്ത് ചെയ്തിട്ടില്ല, ഒഫീഷ്യലായിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ വലിയ ഇങ്ങനെയുള്ള ഓരോരോ പ്രൊജക്റ്റുകൾ ഇല്ലെങ്കിൽ ഓരോരോ ടെസ്റ്റ് നെറ്റ് അല്ലെങ്കിൽ ഓരോരോ കമ്പനികൾ അവരെന്ത് ചെയ്യില്ല, അവർ ഇത്രത്തോളം എയർ ഡ്രോപ്പുകൾ ഉണ്ടെന്ന് ഒഫീഷ്യലായിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യില്ല. ഈ ഒരു എയർ ഡ്രോപ്പ് വഴി ഒരുപാട് യൂസേഴ്സ് കൂട്ടാനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇത്രത്തോളം കമ്പനികൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അതേ ഒരു ഫോർമാറ്റ് തന്നെയായിരിക്കും ഈ ഒരു സീൽ ടെസ്റ്റ് നെറ്റിലും അവർ എന്ത് ചെയ്യാൻ പോകുന്നത്, കൊണ്ടുവരാൻ പോകുന്നത്. ആൾമോസ്റ്റ് തന്നെ 400 മില്യൺ ഫണ്ടിങ് ഒക്കെയാണ് ഈ ഒരു സീൽ ടെസ്റ്റ് നെറ്റിനെ ടോട്ടലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ബ്ലമ്മിൻ്റെ വീഡിയോ ഒപ്പം ഇത് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ റെഗുലറായിട്ട് അപ്ഡേറ്റ് ഞാൻ എന്ത് തരാം, ഇതിലേക്ക് പറഞ്ഞുതരാം. നമുക്ക് എന്തായാലും ഇതിൻ്റെ ലിങ്കും ഇതിൽ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഇതിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ നേരെ എവിടേക്ക് വന്നിട്ടുണ്ട്, നമ്മുടെ സീൽ ടെസ്റ്റ് നെറ്റിൻ്റെ ഒരു ബ്രൗസറിലേക്ക് ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു വെബ്സൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വാലറ്റ് കണക്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു വാലറ്റ് എങ്ങനെയാണ്, ഏത് വാലറ്റാണ് കണക്ട് ചെയ്യേണ്ടത്? അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്കറിയാം ഇതൊരു മിസ്റ്റൻ ലാബിൻ്റെ പ്രൊജക്റ്റാണ്, അതേപോലെ തന്നെ സ്യൂവിൻ്റെ പ്രൊജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്യൂ വാലറ്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ എക്സ്റ്റൻഷനായിട്ട് ആഡ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ലാപ്ടോപ്പ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പേടിക്കൊന്നും വേണ്ട, നമുക്ക് മൈസിസ് ബ്രൗസറിൽ ഇത് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ സ്യൂ വാലറ്റ് ഞാനിവിടെ എക്സ്റ്റൻഷനായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്റ്റൻഷനായിട്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നേരെ സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങളുടെ ഈ ഒരു നെറ്റ്വർക്ക് ടെസ്റ്റ് നെറ്റ് അല്ലെങ്കിൽ ഒരു മെയിൻ നെറ്റിലാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ടെസ്റ്റ് നെറ്റിലേക്ക് മാറ്റി വെക്കണം. അതെങ്ങനെ മാറ്റുക, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന പറഞ്ഞാൽ അവിടെ 3-4 ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ടെസ്റ്റ് നെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരെ ബാക്കിലേക്ക് വരിക, വീണ്ടും ബാക്കിലേക്ക് വരിക. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ടെസ്റ്റ് നെറ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് ചെയ്യാനുള്ളത് ഇവിടെ വാലറ്റ് കണക്ട് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇവിടെ വാലറ്റിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ വാലറ്റ് കണക്ട് ചെയ്യാം. ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വീ വാലറ്റ് തന്നെ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സൈൻ ഇൻ മെസ്സേജ് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കണക്ട് കൊടുക്കുക. കണക്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് വാലറ്റ് നമുക്കിവിടെ എന്തായി കിട്ടി, കണക്ട് ആയി കിട്ടി. ഇനി അടുത്തത് നിങ്ങൾ ചെയ്യാനുള്ളത് ഇവിടെ അലോയിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ബ്ലോബ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ളൊരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്നത്. നമുക്കിവിടെ മാക്സിമം റിവാർഡ് കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരുപാട് ട്രാൻസാക്ഷൻ ആണ് ചെയ്യേണ്ടത്. അതിന് മാത്രമാണ് നമുക്കിവിടെ എന്തുള്ളൂ, ഹോപ്പുള്ളൂ. അല്ലാതെ ഒരുപാട് റെഫറൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ് ഇതെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നമുക്കിവിടെ അലോയിസ്റ്റ് നെയിം എന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതൊരു നെയിം വേണമെങ്കിലും കൊടുക്കാം. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സീൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് തന്നെ ഈ ഒരു നെയിം തന്നെ ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ ക്രിയേറ്റ് അലോ ലിസ്റ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ നേരത്തെ തന്നെ ക്രിയേറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ എല്ലാ അലോ ലിസ്റ്റും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ക്രിയേറ്റ് അലോ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ഈ ഒരു വാലറ്റിൽ സൈനിങ് മെസ്സേജ് കിട്ടും. നിങ്ങൾ അത് എന്ത് ചെയ്യുക, അപ്രൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഞാൻ അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു ബ്ലോബ് നമുക്ക് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യണം. ഇത് തീർച്ചയായിട്ടും ടെസ്റ്റ് നെറ്റ് ആണ്. ഒരുപാട് ഇതിൽ എന്തുണ്ടാവും, ഡിഫിക്കൽട്ടീസ് ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഒരുപാട് എറേഴ്സ് ഇല്ലെങ്കിൽ അത് ടെസ്റ്റ് നെറ്റ് ആവില്ലല്ലോ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതും കൂടി മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അവിടെ ക്രിയേറ്റ് അലോ ലിസ്റ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുക. അപ്പോൾ നമ്മുടെ വാലറ്റ് ആൾറെഡി ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഷെയർ ദിസ് ലിങ്ക് ടു യൂസേഴ്സ് ടു അസസ് ഫയൽ അസോസിയേറ്റ് വിത്ത് അലോ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. നോ യൂസേഴ്സ് ഇൻ അലോ ലിസ്റ്റ്. നമുക്ക് ഈ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു അഡ്രസ്സ് ഒന്നും കൂടി നിങ്ങൾ കോപ്പി ചെയ്യുക. നമ്മൾ നേരെ സ്യൂ വാലറ്റിലേക്ക് വരിക, നമ്മുടെ റിസീവിംഗ് അഡ്രസ്സ് എടുക്കുക. റിസീവിംഗ് അഡ്രസ്സ് എടുത്തിട്ട് ആഡ് ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊന്നും കൂടി കോപ്പി ചെയ്യണം. അപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും അവിടെ നിന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആഡ് എന്ന് കൊടുത്താൽ വീണ്ടും സൈനിങ് മെസ്സേജ് വരും. നിങ്ങൾ അതെന്ത് ചെയ്യുക, ഒന്ന് അപ്രൂവ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ടൈമൊക്കെ ഇതിൽ എന്താവും, കുറച്ച് സമയമൊക്കെ എടുക്കും. നിങ്ങൾ അതൊന്നും നോക്കണ്ട, എന്തായാലും വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം. ഇനി നമ്മൾ അടുത്ത് ചെയ്യാനുള്ളത് സെലക്ട് വാൾറസ് സർവീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഏതൊരു ഫയൽ വേണമെങ്കിലും ചൂസ് ചെയ്യാം. നിങ്ങളിവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഒരു പ്രൊഫൈൽ പിക്കൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. വല്ല നെറ്റിൽ നിന്നൊക്കെ എടുക്കുക. പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഫോട്ടോയെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇവിടെ ഒന്നും കൊടുക്കരുത്. നമുക്ക് വളരെ MB ഒക്കെ കുറച്ചിട്ടുള്ള ഏതൊരു ഫോട്ടോ വേണമെങ്കിലും നമുക്ക് എന്താണ് ഇവിടെ കൊണ്ടുവന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു കാര്യം ഞാൻ എൻ്റെ ഫോട്ടോ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എൻക്രിപ്റ്റ് ആൻഡ് അപ്ലോഡ് വാർനെസ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് ഇവിടെ ഒരു എറർ വരാം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തുള്ള വാൾറസ് സർവീസ് ആണ്. ഇതൊരു ടെസ്റ്റ് നെറ്റ് ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എറർ വരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരുപാട് തവണ ഇതിൽ എററൊക്കെ വരിക എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഈ വാൾറസ്
സ്പേസ് എന്നുള്ളത് നിങ്ങൾ സ്റ്റേക്ക് ആക്കാം, ഇല്ലെങ്കിൽ റീവേർട്സ് അയക്കാം, നോഡാക്കാം, ഇല്ലെങ്കിൽ ബാൻസെൻസ് ആക്കാം, എവർ സ്റ്റേക്ക് ആക്കാം. അങ്ങനെയുള്ള ഓപ്ഷനിലേക്ക് ആക്കിയിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ എത്രത്തോളം ട്രൈ ചെയ്യുന്നു അതിൽ സക്സസ്ഫുൾ ആവുന്നു അപ്പം മാത്രമായിരിക്കും നിങ്ങൾക്ക് എന്താവുള്ളൂ, ഇത് അപ്ഡേറ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടെ ന്യൂലി ക്രിയേറ്റ് എന്ന് കണ്ടു. അപ്പം നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് അതിന് തൊട്ട് താഴെയുള്ള സെക്കൻഡ് സ്റ്റെപ്പ് അസോസിയേറ്റ് വിത്ത് ഫയൽസ് വ്യൂ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാത്തിലും ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പതുക്കെയാണ് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് വരുന്ന പോലെ തന്നെയാണ് എനിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തിരി പതുക്കെ തന്നെ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലോബ് അറ്റാച്ച് സക്സസ്ഫുള്ളി, നൗ ഷെയർ ദ ലിങ്ക് ഓർ അപ്ലോഡ് മോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സീൽ എക്സാമ്പിൾ വെർസൽ ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിൽ ഇവിടെ കാണുന്നില്ലേ, ഇതുവരെ വെച്ചിട്ട് ബാക്കിയുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ ഫുൾ എന്ത് ചെയ്യുക, നേരെ ബാക്ക് അടിച്ചിട്ട് കളഞ്ഞിട്ട് വീണ്ടും എൻ്റർ കൊടുക്കുക. അപ്പോൾ എൻ്റർ കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും ഇവിടെ എന്ത് കിട്ടും, അതിൻ്റെ ഈ ഒരു ആപ്പ് തന്നെ വീണ്ടും ഓപ്പൺ ആവും. അപ്പോൾ നമ്മൾ ഇവിടെ ഏറ്റവും ചെയ്തിട്ടുള്ള ബ്ലോബ് ഏതാണെന്ന് പറഞ്ഞാൽ അലോലിസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോബാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത്, സബ്സ്ക്രിപ്ഷൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്ലോബിലാണ് നമ്മൾ അടുത്ത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നേരെ ട്രൈ ഇട്ട് കൊടുക്കുക. നമുക്കിവിടെ പിന്നിൻ മിസ്റ്റ് കൊടുക്കുന്നുണ്ട്, സബ്സ്ക്രിപ്ഷൻ ഡ്യൂറേഷൻ 1 മിനിറ്റ് കൊടുക്കുന്നുണ്ട്, നെയിം ഓഫ് സർവീസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാം 111 എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ ഒരു സ്യൂട്ട് ടെസ്റ്റ്നെറ്റ് ടോക്കൺ എവിടെ നിന്നാണ് കിട്ടുക. ആ ഒരു കാര്യം കൂടി ഞാൻ എന്ത് തരാം നിങ്ങൾക്ക് ഇതൊരു വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ക്രിയേറ്റ് സർവീസ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് അപ്രൂവ് കൊടുക്കുക. അപ്രൂവ് കൊടുത്തു എന്ന് പറഞ്ഞാൽ വീണ്ടും ഇവിടെ നിന്ന് സൈൻ ആവും. നമുക്ക് ഇവിടെയും അതേപോലെ തന്നെ ഒരു സ്റ്റെപ്പ് ഇവിടെ കിടക്കുന്നുണ്ടാവും. എന്താണെന്ന് പറഞ്ഞാൽ ഈ അലോ ലിസ്റ്റിൽ ചെയ്ത പോലെ തന്നെ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇവിടെയും കിടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ഫയൽ ചൂസ് ചെയ്യുക. ഏതെങ്കിലും ഒരു ഫയൽ നിങ്ങൾ ചൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രമാത്രം ചെയ്താൽ മതി. അതിൽ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 10 MB താഴെയുള്ളത് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക. അത്ര മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടിയുള്ളൂ. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ഫസ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒരു സൈനിങ് മെസ്സേജ്, ഇല്ലെങ്കിൽ നമുക്ക് റീട്രൈ ഓപ്ഷൻ വരും. അങ്ങനെ റീട്രൈ ഓപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാൾനട്ട് സ്പേസ് എന്നുള്ളത് മാറ്റിയിട്ട് അതിന് താഴെയുള്ള സ്റ്റേക്കിങ്ങോ ഇല്ലെങ്കിൽ നോഡോ ഇല്ലെങ്കിൽ ബാൻസണോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്പേസിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഡെയിലി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഇത്രത്തോളം ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഇതിൽ ഒരുപാട് ഒരു എയർ ഡ്രോപ്പ് മേ ബി അവർ തന്നാൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ മേജറായിട്ട് നെഗറ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ ഇവരൊരിക്കലും നമുക്കൊരു എയർ ഡ്രോപ്പ് തരാമെന്ന് പറയില്ല. അപ്പോൾ ലാസ്റ്റ് ഇതിലൊന്നും ഒരു എയർ ഡ്രോപ്പ് ഒന്നും തന്നില്ലെങ്കിൽ എന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, തള്ളയ്ക്കും ഒന്നും വിളിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ന്യൂലി ക്രിയേറ്റ്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സിഒ ഒബ്ജക്റ്റിലേക്ക്. അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് വന്നു, ഇവിടെ സൈനിങ് മെസ്സേജ് വന്നു. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്രൂവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അപ്രൂവ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര മാത്രമാണ് നമ്മൾ ഇതിൽ ഡെയിലി ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വീണ്ടും ബ്ലോബ് അറ്റാച്ച് സക്സസ്ഫുള്ളി, നൗ ഷെയർ ദ ലിങ്ക് ഓർ അപ്ലോഡ് മോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്ലോഡ് മോർ ആണ് ചെയ്യുന്നത്. ഡെയിലി ഒരു ലിങ്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഇനി മേജർ ആയിട്ടുള്ള ഡൗട്ട് നമുക്ക് ഈ ഒരു ടെസ്റ്റ്നെറ്റ് ടോക്കൺ എങ്ങനെയാണ് ക്ലെയിം ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും സ്വീ വാലറ്റ് എടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ വീഡിയോ കണ്ടൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ റിസീവ് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. ആ ഒരു ഇതും നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക. അതേപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു സെറ്റിംഗ്സിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്വീ വാലറ്റിൻ്റെ എക്സ്റ്റൻഷനിൽ തന്നെ റിക്വസ്റ്റ് ടെസ്റ്റ്നെറ്റ് സ്യൂ ടോക്കൺ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാൻ പറ്റും. നമുക്ക് ക്ലെയിം ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുമോ, തീർച്ചയായിട്ടും അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒന്നും നിങ്ങൾക്ക് പറ്റിയില്ല, ഇതിലൊന്നും നമുക്ക് കിട്ടിയില്ല ബ്രോ എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ നേരെ ഒന്ന് റിസീവ് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു അഡ്രസ്സ് ഒന്ന് കോപ്പി കൊടുക്കുക. നേരെ സ്യൂ വാലറ്റിൻ്റെ ഡിസ്കോഡ് ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ട് തരാം. ആ ഡിസ്കോഡിൽ പോയിട്ട് നേരെ ഇവിടെ ഡിസ്കോഡിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് പറഞ്ഞാൽ നമുക്കിവിടെ നിറയെ ഓപ്ഷൻ ഉണ്ടാവും, ജനറൽ അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഇവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ നേരെ താഴോട്ട് വന്നിട്ട് ടെസ്റ്റ്നെറ്റ് ഫോസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ടെസ്റ്റ്നെറ്റ് ഫോസെറ്റിൽ ഇവിടെ ഓപ്പൺ ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു അസസ് കിട്ടണമെങ്കിൽ ഒരു ക്യാപ്ചയൊക്കെ ക്ലിയർ ചെയ്യണം. അതൊക്കെ മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്തിട്ട് തന്നെ വേണം ചെയ്യാൻ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ എന്താണ് അടിച്ചു കൊടുക്കേണ്ടത്, ഇവിടെ ഈ ഒരു /Shift+1 അടിക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്ലാഷും അതേപോലെ തന്നെ ഫോസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അടിച്ചിട്ട് നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, നിങ്ങളുടെ വാലറ്റിൻ്റെ അഡ്രസ്സ് ഇവിടെ ചെയ്യാം. ഞാൻ ആൾറെഡി തന്നെ ക്ലെയിം ചെയ്ത്, കാരണം എനിക്ക് വീണ്ടും ചിലപ്പോൾ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്ലെയിം ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ അടിച്ച ഉടനെ തന്നെ നിങ്ങളുടെ വാലറ്റിലേക്ക് 1 സ്യൂ ടെസ്റ്റ്നെറ്റ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം വെച്ചിട്ട് തന്നെ ഡെയിലി എടുക്കുക. 5 മണിക്കൂറിൽ ഒരു സ്യൂ ടോക്കണൊക്കെ കിട്ടും. ഒരു സ്യൂ ടോക്കൺ വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ബ്ലോബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്രത്തോളം ട്രാൻസാക്ഷൻ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് എന്ത് കിട്ടും, മേ ബി ഒരു എയർ ഡ്രോപ്പ് ഒരു വലിയ പ്രോഫിറ്റ് ആയിട്ട് ഇതിൽ കിട്ടാൻ പറ്റും.
അപ്പോൾ 400 million ഒക്കെ ആണെന്ന് ഞാൻ ആൾറെഡി തന്നെ പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ആവും. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ആയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഏഞ്ചൽ വൺ ആയിക്കോട്ടെ, അങ്ങനെയുള്ള പല ലൂട്ടും ഇപ്പോൾ എന്തായിട്ടുണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ 170 രൂപ സംതിങ് അങ്ങനെയുള്ള പൈസ ഒരുപാട് ഉണ്ടാക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റികളും കിടക്കുന്നുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്തു പറഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ വേറൊരു ചലഞ്ചും കൂടി ഉണ്ട്, 10 days 10 DPIN എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള സോളിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള DPIN പ്രൊജക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ചെയ്യണം. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓരോരോ DPIN ടെസ്റ്റ് നെറ്റ് വിടുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യില്ല, അതിൽ കയറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള മേജർ ആയിട്ടുള്ള ടെലിഗ്രാം പ്രൊജക്റ്റ് എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ട് അതിൻ്റെ ഒപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. മസ്റ്റ് ആയിട്ട് ചെയ്യാം. നമ്മുടെ എന്താണ് ചാനൽ വളരട്ടെ. ചാനൽ വളരുന്നതിനൊപ്പം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നല്ല രീതിയിലേക്ക് എത്തും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.